ഇരുകൂട്ടരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. രണ്ട് പ്രകടനങ്ങളും തമ്മിൽ കണ്ട സമയത്ത് അതിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എത്രത്തോളമാണ്, ആവേശം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നിലവിൽ സ്ഥിതിഗതികളൊക്കെ ശാന്തമല്ലേ ഇതുമായി ബന്ധപ്പെട്ട്? പ്രകടനം കടന്നു വന്ന വഴിയിൽ ഈ ആര്യടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പ്രകടനമായി എത്തുന്ന വഴിയിലൂടെ തന്നെയായിരുന്നു എം സ്വരാജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സ്വീകരണം ഏറ്റുവാങ്ങി കടന്നു വന്നിരുന്നത്. ആ വരുന്ന വഴിയിൽ രണ്ട് പ്രകടനവും തമ്മിലൊന്ന് കൂട്ടിമുട്ടി. ആ സമയത്ത് ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചില തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കി വിട്ടു. പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. മാത്രമല്ല മറ്റേതെങ്കിലും സ്ഥലത്തിൽ കാണുന്നത് പോലെ അങ്ങനെ അതിവൈകാരികമായൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം നിലമ്പൂരിൽ ഇവിടെ വന്ന് കുറച്ച് ദിവസമായുള്ളൂ. എങ്കിൽ കൂടി നമ്മൾ ഈ വൈകുന്നേരത്തെ ചർച്ചകളും മറ്റുമൊക്കെ കാണുമ്പോൾ ബഹളങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എങ്കിൽ കൂടി അതിനപ്പുറത്തേക്കൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. നേതാക്കൾ പറയുന്നത് കൃത്യമായി തന്നെ പ്രവർത്തകർ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി കൊട്ടിക്കലാശത്തിനും അതോടൊപ്പം തന്നെ ഇത്തരം പ്രകടനങ്ങൾക്കും ഒക്കെ കാണുന്ന അതിവൈകാരികമായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. നേതാക്കൾ പറഞ്ഞപ്പോൾ കൃത്യമായി പ്രവർത്തകർ കേട്ട് പ്രവർത്തകർ പിൻവാങ്ങി രണ്ട് പ്രകടനവും രണ്ട് വഴിക്കായി കടന്നു പോയിട്ടുണ്ട്. ഇതിപ്പോൾ ആര്യടൻ ഷൗക്കത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ സ്വരാജിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഉണ്ടാകും. BDJS-നും BJP-ക്കും അവർ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ പോലും ഇതുവരെയും ധാരണയുണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്നും ആരെ എന്നറിയില്ല. SDPക്ക് കൂടി ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഇങ്ങനെ സ്ഥാനാർത്ഥികൾ കളം നിറയുകയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി കൂടി വന്നാൽ, അല്ലെങ്കിൽ BDJS-ന്റെ സ്ഥാനാർത്ഥി കൂടി വന്നാൽ കളം ഒന്ന് കളറായേനെ. അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായേനെ. പക്ഷേ എന്തായാലും അൻവർ കളത്തിലേക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. മികച്ച രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയായി നിലമ്പൂർ മാറുകയാണ്. വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം വേണ്ടിയുള്ള ഒരു MLA എങ്കിൽ കൂടി നിലമ്പൂർകാർ ആ തിരഞ്ഞെടുപ്പിനെ വലിയ ആവേശത്തോടു കൂടി കാണുന്നു. സാധാരണ നിലയിൽ ഈ മഴക്കാലത്ത് തണുത്തു പോകേണ്ടിയിരുന്ന എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പോലും ആളുകൾ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വളരെ കുറച്ച് നാളത്തേക്കുള്ള ഒരു കാലഘട്ടം മാത്രമല്ലേ MLA ആയിരിക്കാൻ കഴിയൂ. അപ്പോൾ പിന്നെ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ കൂടെ നടത്തിയാൽ പോരെ എന്നൊരു ചോദ്യമൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലാത്ത വിധത്തിലേക്ക് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള കളമായി നിലമ്പൂർ മാറുകയാണ്. സമീപകാലത്തൊന്നും കാണാത്ത അത്ര വലിയ ആവേശം എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും, ഗ്രാമപ്രദേശമാണ് ഭൂരിഭാഗം ഭാഗവും, നിലമ്പൂർ ടൗൺ പോലും ഒരു ഗ്രാമത്തിന് നടുക്കുള്ള ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും വലിയ ആവേശം പ്രകടമാക്കി പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങുകയാണ്. ഒരു റൗണ്ട് വീട് കയറിയുള്ള പ്രചരണങ്ങളും മറ്റുമൊക്കെ കോൺഗ്രസ് പൂർത്തിയാക്കി കഴിഞ്ഞു. CPM ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ രാജിവെച്ച് അന്ന് മുതൽ തുടങ്ങിയ ചിട്ടയായ സംഘടനാ പ്രവർത്തനമാണ്. എം സ്വരാജിന് തന്നെയായിരുന്നു ഇവിടുത്തെ ചാർജ്. ആ സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. അപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായ ധാരണ സ്വരാജിനുണ്ടാകും. അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നിലമ്പൂർ മണ്ഡലം. നേരത്തെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന VS ജോയി ആണെങ്കിൽ പൂർണ്ണമായും ആര്യടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുന്നു. യാതൊരുവിധ അസ്വാരസ്യങ്ങളും UDF ഉള്ളിൽ ഇല്ല എന്ന് വ്യക്തമാക്കി തന്നെ ആ UDF കേന്ദ്രങ്ങൾ ഒന്നായി മുന്നോട്ട് പോകുന്നു. അൻവർ കൂടി ഒപ്പം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ ചില UDF നേതാക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ അൻവർ എന്തായാലും ഇല്ല എന്നൊരു നിലപാട് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. തന്നെ അപമാനിച്ച് UDF-നൊപ്പം ഇല്ല എന്ന് പറയുന്നു. അൻവർ ഇല്ലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പിനുമുണ്ട്. ലീഗ് വളരെ നിർണായകമായ ഒരു ശക്തിയാണ്. ലീഗ് മണ്ഡലത്തിൽ ലീഗും UDF സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിറങ്ങുന്നു. എന്തായാലും തങ്ങളുടെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം കൊണ്ട് UDF-ന്റെ ഈ പറയുന്ന ആദ്യ റൗണ്ടിൽ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ അടക്കം ഉണ്ടാക്കിയ ഒരു മുന്നേറ്റമുണ്ട് UDF. അതിനെ മറികടക്കാൻ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM ഇപ്പോഴും ഉള്ളത്. സ്വരാജിന്റെ റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്തിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. മോദി. ശരി, അമൽ തേരമ്പറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. നിലമ്പൂർ അങ്ങനെ മൊത്തത്തിൽ ചൂട് പിടിച്ചിരിക്കുന്നു. രാഷ്ട്രീയ കളം നിറയ്ക്കാൻ സ്ഥാനാർത്ഥികളൊക്കെ എത്തുന്നു. ഒരാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്തയാൾ എം സ്വരാജ് എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക എന്നതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. കളം നിറയുമ്പോഴും PV അൻവർ എന്ന ഘടകം മാറി നിൽക്കുന്നു. അതിശക്തമായ തീരുമാനത്തോടെ വൈകാരികമായി മാറി നിൽക്കുന്നു എന്നതാണ്. അമൽ, ഈ വൈകാരികമായി പല കാര്യങ്ങളും PV അൻവർ അവിടെ പറയുകയുണ്ടായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ. അങ്ങനെ വൈകാരികമായി പലതും പറയുമ്പോഴും മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഗൂഢ നീക്കം PV അൻവറിന്റെ ഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കണം? രാഷ്ട്രീയപരമായി നമുക്ക് അതിനെ എങ്ങനെ വിലയിരുത്താം? മോത്തി, അൻവർ കരുത്തനായിരുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി എത്തിയ രണ്ടുപേരെ, അതിൽ സാക്ഷാൽ ആര്യടൻ ഷൗക്കത്തിനെയും പിന്നീട് ഈ നാട്ടിലെ ഏറ്റവും ജനകീയനായ കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന VD പ്രകാശിനെയും പരാജയപ്പെടുത്തിയാണ് അൻവർ സഭയിലേക്ക് നടന്നു കയറിയത്. പക്ഷേ അന്ന് CPM എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന്റെ പിൻബലം അൻവറിനുണ്ടായിരുന്നു. മാത്രമല്ല യുവാക്കളുടെ ഇടയ്ക്ക് വലിയൊരു ആവേശമായി മാറാൻ അൻവറിന് കഴിഞ്ഞിരുന്നു. അൻവർ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോഴത്തെ സാഹചര്യമൊക്കെ നമ്മൾ അന്ന് ഓർക്കുന്നുണ്ട്. അൻവറിന്റെ വീടിന് മുന്നിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടം ഇന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട കാര്യം. അൻവർ വാർത്താ സമ്മേളനം നടത്താനായി നമ്മളെ വിളിച്ച് അവിടേക്ക് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം, അൻവറിന്റെ ഏറ്റവും അടുപ്പക്കാരായിരുന്നവർ പോലും അൻവറിനൊപ്പം ഇന്നില്ല. മാത്രമല്ല, ഇടതുപക്ഷം ഒന്നാകെ അൻവറിനെ കൈവെടിഞ്ഞ് അൻവറിനെതിരെ ഒരു പോരാട്ടം പ്രഖ്യാപിച്ച് യുദ്ധക്കളത്തിലാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനാൽ തന്നെ അൻവറിനൊപ്പം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ കൊഴിഞ്ഞുപോയി. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. അൻവറിന്റെ രാഷ്ട്രീയ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങുമായിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ ഒരു രാഷ്ട്രീയ ആത്മഹത്യ എന്നൊരു തീരുമാനത്തിലേക്ക് പോയേനെ. കാരണം നമ്മൾ ഈ നാട്ടിലിറങ്ങി സംസാരിക്കുമ്പോൾ അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പോൾ ഒപ്പമില്ല. അതിനാൽ അൻവർ മറ്റെന്തെങ്കിലും ഒരു നീക്കം നടത്തുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇന്നിപ്പോൾ അൻവർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുമ്പോൾ പോലും മത്സരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇരട്ടി തിരിച്ചടിയാകും. രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന നല്ല ബോധ്യം അൻവറിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ ഒരു തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കില്ല എന്നൊരു പ്രഖ്യാപനം ഇന്നിപ്പോൾ നടത്തുന്നത്. നിലവിൽ എന്തായാലും മറ്റൊരു നീക്കം അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത, മത്സരത്തിന് അടക്കം ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഇനിയിപ്പോൾ സജി മഞ്ഞക്കടമ്പൻ അടക്കമുള്ള ചില നേതാക്കളുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ. അങ്ങനെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ അൻവർ മത്സരത്തിനില്ല എന്ന കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അൻവറിന്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ LDF-നോ അല്ലെങ്കിൽ UDF-നോ വലിയൊരു തിരിച്ചടിയായി മാറും എന്നൊരു ആശങ്ക രണ്ട് മുന്നണികൾക്കുമില്ല. അൻവർ പോയത് ഒരു വിധത്തിലും തങ്ങൾക്ക് തിരിച്ചടിയല്ല, നേട്ടമാകുമെന്ന് LDF കേന്ദ്രങ്ങൾ ഒരുപോലെ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അൻവറിനുണ്ടായിരുന്ന വോട്ടുകൾ LDF വോട്ടുകളാണ്. ആ വോട്ടുകൾ UDF-ലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ലീഗും കോൺഗ്രസും ശക്തമായി പണിയെടുത്താൽ ഈ മണ്ഡലത്തിൽ സുഖമായി വിജയിച്ച് കയറാമെന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പും പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ LDF-ഉം UDF-ഉം ഒരുപോലെ കൈയഴിഞ്ഞതോടെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ, നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും അൻവർ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിവൈകാരികമായ പ്രതികരണങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നിപ്പോൾ കെ സുധാകരന്റെ ഒരു പ്രതികരണമുണ്ട്. അൻവർ കുറച്ചൊന്ന് അയഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സതീശനും ഒന്ന് അയഞ്ഞേനെ എന്നുള്ളതാണ് ഇന്നിപ്പോൾ സുധാകരൻ പറഞ്ഞത്. അത് ശരിയാണ്. കാരണം അൻവറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അതിവൈകാരികമായ പ്രതികരണങ്ങളാണ് ഈ വിഷയം ഇത്രയും വഷളാകാൻ കാരണമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിപ്പോൾ അൻവർ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷേ UDF സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്കോ ഒക്കെ കിട്ടേണ്ട അൻവറുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് ഒരു ചലനവും ഉണ്ടാകില്ല എന്ന ബോധ്യം അൻവറിനുണ്ട്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് മത്സരത്തിനില്ല എന്ന് അൻവർ പ്രഖ്യാപിച്ച് മാറി നിൽക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കം അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? അൻവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായത് എന്ന് തനിക്കറിയാം. ആരെയൊക്കെ സമ്മർദ്ദത്തിലാക്കിയാണ് ആര്യാടൻ വന്നത് എന്ന് തനിക്കറിയാം. ജോയിയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നീട് എങ്ങനെ മാറ്റമുണ്ടായി എന്ന കാര്യമൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ അൻവർ പറയുന്നുണ്ട്. അത് എന്തൊക്കെ തലത്തിലുള്ള ചലനം ഉണ്ടാക്കും എന്നുള്ളതാണ്. UDF-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അൻവർ നടത്തുന്ന തുറന്നു പറച്ചിലുകൾ എങ്ങനെയൊക്കെ ഒരു ചലനം ഉണ്ടാക്കും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം VS ജോയിയെയും ആര്യാടൻ ഷൗക്കത്തിനെയും ഒരുപോലെ തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ജോയി സ്ഥാനാർത്ഥിയാകും എന്നൊരു നില പോലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന PV അൻവറിന്റെ ഭാഗത്തു നിന്നും UDF-ന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതികരണങ്ങൾ നീക്കങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പല ഘട്ടത്തിലും പറയുകയും പല തെളിവുകളും നിരത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. PV അൻവറിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നത് നമുക്കും ഈ ഘട്ടത്തിൽ ഊഹിച്ച് പറയാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇരു സ്ഥാനാർത്ഥികളെയും മോശമായി ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ PV അൻവറിന് കഴിയുമോ എന്നൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു.